എന്തിനാ ചേച്ചി ഇങ്ങനെ ഫോണും നോക്കി വെപ്രാളപ്പെട്ടിരിക്കുന്നത്? ചേട്ടന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടാകില്ലേ? നീ വന്ന അഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്. അപ്പോഴേക്കും ചേട്ടൻ വിളിക്കും. ഭർത്താവായ കിരൺ വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വിളിക്കാതെ ആയപ്പോൾ ബന്ധത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന പാടെ ഫോണും നോക്കി ടെൻഷൻ അടിച്ചിരിക്കുന്ന അമൃതയോട് കിരണിന്റെ അനുജത്തി മേഘ പറഞ്ഞു. മേഘയും അമൃതയും ഒരേ പ്രായമായിരുന്നത് കൊണ്ട് തന്നെ ചേട്ടന്റെ ഭാര്യ എന്നതിലുപരി അവർക്കിടയിൽ നല്ല സൗഹൃദം നിലനിന്നിരുന്നു. കിരണേട്ടൻ വിളിക്കാറുള്ള സമയം കഴിഞ്ഞടി. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അതാ എനിക്കിത്ര ടെൻഷൻ. അവൾ നിസ്സഹായമായി പറഞ്ഞു. ഓ എൻ്റെ ദൈവമേ, ഇങ്ങനെയുമുണ്ട് ഒരു ഭാര്യയും ഭർത്താവും. ഒരു സെക്കൻഡ് ഒന്ന് വിളിക്കാൻ വൈകിയാൽ മതി, അപ്പം തുടങ്ങും ഇവിടെ കിടന്ന് പരാക്രമം. ഇത് കാണുമ്പോൾ അമ്മയ്ക്കും തുടങ്ങും ടെൻഷൻ. എന്നാൽ എൻ്റെ മോൾ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ വരുമ്പോൾ ഇനി പറഞ്ഞയക്കേണ്ട, ഇവിടെ തന്നെ അങ്ങ് പിടിച്ചിരുത്ത്, കേട്ടല്ലോ. അതും പറഞ്ഞ് ദേഷ്യം ഭാവിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. അവൾക്കറിയില്ലല്ലോ തൻ്റെ വേദന. അതറിയണമെങ്കിൽ അവളൊരു പ്രവാസിയുടെ ഭാര്യയാകണം. എന്നും വിളിക്കുന്ന സമയത്ത് നിന്നൊരല്പം വൈകിയാൽ പോലും നെഞ്ചിനുള്ളിൽ വല്ലാത്ത ആദിയാണ്. പിന്നെ എന്തു ചെയ്താലും ഒന്നിലും ശ്രദ്ധ കിട്ടില്ല. വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വന്നുകൂടും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന നെഗറ്റീവ് ചിന്ത വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും എത്ര പ്രയാസപ്പെട്ടാണ് തള്ളി നീക്കുന്നതെന്ന് തനിക്കല്ലാതെ മറ്റാർക്കാണ് മനസ്സിലാവുക? ഏത് ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നാലും കിരണേട്ടനൊരാപത്തും വരലേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. അതൊന്നും ആർക്കും മനസ്സിലാകണമെന്നില്ല. ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന നേരമാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. കയ്യിലിരുന്ന ടവൽ തൊട്ടടുത്തുണ്ടായിരുന്ന കസേരയിലേക്ക് ഇട്ടവൾ ഓടിച്ചെന്ന് ഫോൺ എടുത്തു നോക്കി. കിരണാണ്. ഹാവു, ഇപ്പോഴാണ് ആ ശ്വാസം നേരെ വീണത്. എന്താ കിരണേട്ടാ വിളിക്കാൻ വൈകിയത്? ഞാൻ എത്ര വട്ടം വിളിച്ചു, ആകെ ടെൻഷനായി ഞാൻ. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു. ഒന്നും പറയണ്ട എൻ്റെ അമ്മു, ഇന്ന് ഒരേ ഡ്യൂട്ടി ആയിരുന്നു. നിന്ന് തിരിയാൻ പോലും സമയം കിട്ടിയില്ല, അതാണ് വിളിക്കാൻ വൈകിയത്. നിന്റെ കോള് ഞാൻ കണ്ടില്ല, ഫോൺ സൈലന്റ് മോഡായിരുന്നു. ഡ്യൂട്ടി കഴിയാൻ വൈകുമെങ്കിൽ കിരണേട്ട ഒന്ന് മെസ്സേജ് ഇട്ടാൽ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഇങ്ങനെ ടെൻഷനാക്കാൻ, അതും ഇത്രയും ദൂരെ കിടക്കുമ്പോൾ? അവൾ പരിഭവം നടിച്ചു. ആ കൊള്ളാം, മെസ്സേജ് അയക്കാൻ പോയിട്ട് ഫോൺ കൈകൊണ്ട് തൊടാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴല്ലേ 3 നേരം വിളിച്ചിട്ടും ഇത്ര ബേജാറാകുന്നുവെങ്കിൽ നീ പണ്ടത്തെ പ്രവാസികളുടെ ഭാര്യമാരുടെ കാര്യമൊന്ന് ഓർത്തു നോക്കമ്പൂ. ഇന്നിപ്പോൾ ഡെയിലി ഫോൺ ചെയ്യാം, കാണണമെന്ന് തോന്നിയാൽ വീഡിയോ കോൾ ചെയ്യാം. അന്നൊക്കെ ആണെങ്കിൽ ആകെ ആശ്രയം കത്ത് മാത്രമല്ലേ? ഒരു കത്തയച്ചാൽ അതിന് മറുപടി കിട്ടാൻ എത്ര ദിവസങ്ങൾ കാത്തിരിക്കണം? ഒന്ന് കാണണമെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്ത് വേണം അയക്കാൻ. ഇന്ന് അങ്ങനെയാണോ? ഇപ്പോൾ കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ കാണാമല്ലോ. എന്നിട്ടാണോ നീ ഇങ്ങനെ പേടിക്കുന്നത് എൻ്റെ അമ്മു? എനിക്ക് തോന്നുന്നു സൗകര്യം കൂടുമ്പോഴാണ് ടെൻഷനും കൂടുന്നതെന്ന്. കിരണേട്ടൻ അതൊക്കെ പറയാം. അന്നത്തെ കാലത്തെങ്ങാനമാണ് കിരണേട്ടൻ ഗൾഫിൽ പോയതെങ്കിൽ ഞാനിവിടെ ടെൻഷൻ അടിച്ച് മരിച്ചേനെ. ഒന്നും മിണ്ടാതെ പറയാതെ എങ്ങനെയാ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടുക? അടുത്തില്ലാത്തതിൻ്റെ ദുഃഖം ഏറെക്കുറെ മറക്കുന്നത് എന്നും കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമാണ്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ അക്കാലത്തെ പ്രവാസിമാരുടെ ഭാര്യമാരെ നമിച്ചു ഞാൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മു നിന്റെ വിഷമം. ഈ ബാധ്യതകളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ മേഘയുടെ കല്യാണവും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാം. അവൾ മൂളി. ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ ഒരു പ്രവാസിയെ കല്യാണം കഴിക്കില്ലായിരുന്നു അല്ലേ അമ്മു? അവൻ അവളെ കളിയാക്കി ചിരിച്ചു. ശരിയാണ്, ഇത്രയും വേദന സമ്മാനിക്കുന്നതാണ് പ്രവാസികളുടെ ഭാര്യമാരുടെ ജീവിതമെന്ന് താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ പദവി അലങ്കരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. കിരണേട്ടൻ വല്ലതും കഴിച്ചോ? എവിടുന്ന്? ഡ്യൂട്ടി കഴിഞ്ഞ് ഉടനെ നിന്നെ വിളിച്ചതാണ്. ഫോൺ എടുത്തതും മിസ് കോളുകളുടെ എണ്ണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എന്ന്. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ഫംഗ്ഷനൊക്കെ? എല്ലാം ഭംഗിയായി നടന്നു. എല്ലാവരും ചേർന്ന് കപ്പിൾ ഫോട്ടോസ് എടുത്തപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി കിരണേട്ടാ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നപ്പോൾ ശരിക്കും ഞാൻ കിരണേട്ടനെ മിസ് ചെയ്തു. എല്ലാവരും ഭർത്താവിൻ്റെ കൈയും പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ നെഞ്ച് പിടയ്ക്കായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെയായിരുന്നു. അപ്പോഴൊക്കെ കിരണേട്ടൻ്റെ മുഖമായിരുന്നു മനസ്സിൽ. അത് പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സും പിടഞ്ഞു. എന്താ അമ്മു ഇത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എങ്ങനെയാ ഞാനിവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്? ഇനി കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനങ്ങ് വരുമല്ലോ. എൻ്റെ മോള് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വിളിക്കാം കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല വിശപ്പുണ്ട്. സോറി കിരണേട്ടാ, ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചേന്. വേഗം പോയി കഴിക്കുക, വിശന്നിരിക്കേണ്ട. അവനോട് യാത്ര പറഞ്ഞ കോൾ അവസാനിപ്പിച്ച് വെള്ളം കുടിക്കാനായി അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ മേഘ നിൽപ്പുണ്ടായിരുന്നു. എന്താടി ചേച്ചി, ചേട്ടൻ വിളിച്ചിരുന്നോ? ആ, ആളിതാ ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. കുളിക്കാൻ പോവുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വെറുതെയല്ല, ഇപ്പോഴാ പെണ്ണിൻ്റെ മുഖമൊന്ന് തെളിഞ്ഞത്. താൻ്റെ കവിളിൽ നുള്ളിക്കൊണ്ട് മേഘ കടന്നു പോയതും അമൃത മുറിയിൽ വന്ന് മിണ്ടാതെ കടന്നു. ഈ 1.5 വർഷം കൊണ്ട് താൻ എത്ര മാറിയിരിക്കുന്നു. കിരണേട്ടൻ്റെ അടുത്ത് എപ്പോഴും വിഷമങ്ങൾ പറയുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിലെല്ലാം താൻ എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കാറുണ്ട്. തനിച്ച് കിടക്കാൻ ധൈര്യമില്ലാതിരുന്ന, ഇരുട്ടിനെ ഭയന്നിരുന്ന താനിപ്പോൾ
ഇരുട്ടിന്റെ മറവിൽ കരഞ്ഞു തീർക്കുന്നതും ശൂന്യതയെ തള്ളി നീക്കുന്നതും ഒറ്റയ്ക്കാണ്. തനിച്ചൊരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ലെന്ന് സ്വയം ധരിച്ചിരുന്ന താനിന്ന് കിരണേട്ടന്റെ ഭാഗത്തു നിന്ന് എല്ലാം ഭംഗിയായി ചെയ്യുന്നു. കിരണേട്ടൻ അയച്ചു തരുന്ന പൈസ എങ്ങനെയാണ് വേണ്ടവിധം ഉപയോഗിക്കേണ്ടതെന്ന് താനിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, മേഘയുടെ പഠനം, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ, മറ്റു ബാധ്യതകൾ എല്ലാം ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത് ഒറ്റയ്ക്കാണ്. താൻ മാത്രമല്ല, ഏതൊരു പ്രവാസിയുടെ ഭാര്യയും ആ അവസ്ഥ ഇങ്ങനെയാണ്. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി സമയം നോക്കിയപ്പോഴാണ് കിരൺ വിളിക്കാറുള്ള സമയം കഴിഞ്ഞെന്ന് മനസ്സിലായത്. ഫോൺ എടുത്ത് വേഗം അങ്ങോട്ട് വിളിച്ചെങ്കിലും അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്നുകൊണ്ട് അവൻ്റെ കോളിനായി കാത്തിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്